കൊല്ലം തീരത്തെ ഇന്ധന പര്യവേക്ഷണത്തിനുള്ള നടപടികൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതു സംബന്ധിച്ച് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് നടപടികൾ സജീവമാക്കിയിട്ടുണ്ട്. അടുത്തിടെ അനുവദിച്ച ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയാലുടൻ പര്യവേക്ഷണ നടപടികൾ ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. മുമ്പ് കൊച്ചിയിൽ ONGCയുടെ നേതൃത്വത്തിൽ ഇന്ധന പര്യവേക്ഷണം നടത്തിയിരുന്നു. എന്നാൽ പദ്ധതി ലാഭകരമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കൊല്ലം തീരത്തോട് ചേർന്ന സമുദ്രഭാഗത്തെ ഇന്ധന നിക്ഷേപം തേടി ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പര്യവേക്ഷണം ആരംഭിക്കുന്നത്. തീരത്തുനിന്ന് 48 കിലോമീറ്റർ അകലെ രാജ്യാന്തര കപ്പൽച്ചാലിന് പുറത്താണ് പര്യവേക്ഷണം. ഇന്ധന വാതക സാധ്യത പ്രതീക്ഷിച്ചാണ് കൊല്ലത്തെ പര്യവേക്ഷണം തുടങ്ങുന്നത്. UK ആസ്ഥാനമായ കമ്പനിയുമായി 1287 കോടിയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം, കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലാണ് പര്യവേക്ഷണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സമുദ്രമേഖലയിൽ കടൽത്തട്ട് ഡ്രില്ലിംഗ് നടത്തും. അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് കണ്ടെത്തുകയാണ് ലക്ഷ്യം. പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പര്യവേക്ഷണം. ലാഭകരമാണെങ്കിൽ മാത്രമേ പര്യവേക്ഷണം തുടരുകയുള്ളൂ. അടുത്തിടെ അനുവദിച്ച ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയാലുടൻ കൊല്ലത്തെ പര്യവേക്ഷണ നടപടികൾ ആരംഭിക്കാനാണ് നീക്കം. കൊല്ലം നഗരത്തിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ, താമസ സൗകര്യത്തിനായുള്ള മുന്തിയ ഹോട്ടലുകൾ എന്നിവയുടെ പട്ടിക കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ശേഖരിച്ചു കഴിഞ്ഞു. ഷിപ്പിംഗ് ഏജൻസി മുഖേനയാണ് ഇത് ശേഖരിച്ചത്. കൊല്ലത്തെ പ്രധാന ആശുപത്രികളുടെ വിവരങ്ങളും മന്ത്രാലയത്തിന് കൈമാറി. തുറമുഖത്ത് നിന്ന് ആശുപത്രിയിലേക്കുള്ള ദൂരം, ഓരോ ആശുപത്രിയിലെയും ചികിത്സാ സൗകര്യം എന്നിവയാണ് കൈമാറിയത്. ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മന്ത്രാലയം തൃപ്തരാണ്. നഗരത്തിലെ നക്ഷത്ര ഹോട്ടലുകളുടെ പട്ടികയും നൽകിയിട്ടുണ്ട്. പര്യവേക്ഷണത്തിനുള്ള ഡ്രില്ലറുകൾ, കൂറ്റൻ പൈപ്പുകൾ, മറ്റ് യന്ത്രസാമഗ്രികൾ എന്നിവ കൊല്ലം തുറമുഖത്ത് സൂക്ഷിക്കും. ഇതിനുള്ള സ്ഥല സൗകര്യം ഉണ്ടെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പര്യവേക്ഷണ കപ്പലിനും ചെറു കപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യം, താൽക്കാലിക ഓഫീസ് മുറി എന്നിവയും തുറമുഖത്ത് സജ്ജമാക്കും. പര്യവേക്ഷണം ആരംഭിക്കുന്നതോടെ ക്രൂ ചേഞ്ച് വേണ്ടിവരും. ഇതിന് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ജൂണിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് ഉദ്ഘാടനം ചെയ്യാനാണ് നീക്കം. ഭരണവിഭാഗം ഓഫീസ് കെട്ടിടം, ഗോഡൌൺ എന്നിവയ്ക്ക് തീരദേശ പരിപാലന നിയമപ്രകാരമുള്ള അനുമതികളും ലഭിച്ചു കഴിഞ്ഞു. ഇൻ്റർനെറ്റ് സംവിധാനത്തിനായി BSNL ലൈൻ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ട്. സെർവർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ഇമിഗ്രേഷൻ വിഭാഗം കൊല്ലത്തെത്തിച്ചു കഴിഞ്ഞു. ഇവ സ്ഥാപിക്കുന്ന ജോലി ഉടൻ ആരംഭിക്കും. ഇത് പൂർത്തിയാകുന്നതോടെ ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പ്രവർത്തനം തുടങ്ങാൻ കഴിയും. ഇന്ധന പര്യവേക്ഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ വിലയിരുത്താൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊല്ലത്ത് ഉടൻ എത്തുമെന്നാണ് റിപ്പോർട്ട്.